നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ്. നമ്മുടെ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ജോനാഥൻ എന്ന കടൽക്കാക്കയാണ്. ഇവനെ കടലിനെ അഗാധമായ ഭയമാണ്. അതോടൊപ്പം തന്നെ ഇവൻ ഇതുവരെ പറന്നിട്ടില്ല. പറക്കാനും അവന് പേടിയാണ്. പറക്കാൻ ശ്രമിച്ചാൽ തന്നെ തൻ്റെ ചിറക് ചതിക്കുമെന്ന് അവൻ കരുതുന്നു. താൻ താമസിക്കുന്ന ഈ പാറക്കെട്ട് കടലിൽ നിന്ന് ഏറ്റവും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവൻ കരുതുന്നു. അതിനാൽ താൻ പറക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ചിറക് വിടരാതെ താൻ കടലിൽ വീണ് മരിക്കുമെന്നും അവൻ കരുതുന്നു. താൻ താമസിക്കുന്ന വീടിൻ്റെ ശോചനീയ അവസ്ഥ ഏറെ പരിതാപകരമായിരുന്നു. ഏതു നിമിഷവും തകരാവുന്ന രീതിയിലാണ് അവൻ താമസിച്ചിരുന്ന പാറക്കെട്ട് സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ അപ്പുറത്തെ പാറക്കെട്ടിലേക്ക് പോകാൻ അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും തീരുമാനിച്ചു. എന്നിരുന്നാലും തൻ്റെ മകനെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് കഴിയില്ലല്ലോ. അവൻ കൂടെ വരുമെന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കളും സഹോദരങ്ങളും പറന്നു നീങ്ങി അപ്പുറത്തെ പാറക്കെട്ടിനെ ലക്ഷ്യമാക്കി പോയി. ഉടൻ തന്നെ അവൻ പിന്നാലെ ചെല്ലുമെന്ന പ്രതീക്ഷയിൽ അവർ പോയി. പക്ഷേ അവൻ ചെന്നില്ല. ഒടുവിൽ തൻ്റെ സഹോദരങ്ങളെ അപ്പുറത്താക്കി മാതാപിതാക്കൾ തിരികെ എത്തി. മകനെ, നീ നമ്മളോടൊപ്പം പോരൂ എന്ന് മാതാപിതാക്കൾ നിർബന്ധിച്ചു. എന്നിരുന്നാലും തൻ്റെ മകനെ ഒറ്റയ്ക്കാക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും ഒരു പക്ഷി എന്ന നിലയിൽ നീ പറന്നേ മതിയാകൂ. പക്ഷികൾ എല്ലാവരും പറന്നാണ് ജീവിക്കേണ്ടത്. നീയും പറക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. എന്നിട്ടും അവൻ ചെവിക്കൊണ്ടില്ല. അവർ തിരികെ പുതിയ പാറക്കെട്ടിലേക്ക് മടങ്ങി. എന്നിരുന്നാലും തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പോകണമെന്ന ആഗ്രഹം അവനിൽ വീണ്ടും ഉദിച്ചു. എന്നാൽ പറക്കാൻ അവന് ഭയമായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ തൻ്റെ സഹോദരങ്ങളെ ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പരിചരിക്കുന്നതും വാത്സല്യപൂർവ്വം അവരുമായി കളിക്കുന്നതും കണ്ട് അവന് സങ്കടവും അസൂയയും തോന്നി. എന്നിരുന്നാലും തനിക്കും ഇതൊക്കെ ലഭിക്കണമെന്ന ചിന്ത അവനുണ്ടെങ്കിലും അവന് പറക്കാൻ ഭയമാണ്. കടലിലെ വെള്ളത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും കളിക്കുന്നതും മുങ്ങിക്കുളിക്കുന്നതും അവനെ ഏറെ ദുഃഖിതനാക്കി. ഇതൊക്കെ തനിക്കും ലഭിക്കേണ്ടതാണെന്ന ചിന്ത അവനിൽ വീണ്ടും ഉദിച്ചു. മാതാപിതാക്കളും സഹോദരങ്ങളും കടലിൻ്റെ മുകളിലൂടെ പാറിപ്പറന്നു. തനിക്ക് ഇതൊന്നും ലഭിക്കാത്ത സങ്കടവും അമർഷവും അവനേറെയായിരുന്നു. ഒടുക്കം അവരുടെ താമസ സ്ഥലമായ മറ്റേ പാറക്കെട്ടിൽ അവരെത്തി. രാത്രിയായി തുടങ്ങിയിരുന്നു. മക്കൾ ഉറങ്ങിത്തുടങ്ങി. മാതാപിതാക്കളും ഉറങ്ങി. എന്നാൽ ജോനാഥൻ മാത്രം ഉറങ്ങിയില്ല. ആ രാത്രിയിൽ താൻ എങ്ങനെയെങ്കിലും അപ്പുറത്തെത്തണമെന്ന ചിന്ത അവനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത അവൻ്റെ ചിന്ത നേരം പുലരുവോളം ഉണ്ടായി. അവൻ ആ രാത്രി ഉറങ്ങാതെ ചിന്തിച്ചു. എന്നിട്ടും അവന് ഫലമൊന്നും ഉണ്ടായില്ല. സൂര്യൻ ഉദിച്ചു. എന്നിട്ടും അവന് ഒന്നും തീരുമാനമുണ്ടായില്ല. അവൻ ആ പാറക്കെട്ടിനെല്ലാം പരതി. അവന് വിശപ്പ് സഹിക്കാൻ വയ്യ. ഒടുക്കം അവൻ പുറത്തുവത്തോട് കൊത്തിപ്പെറുക്കി തിന്നേണ്ടി വന്നു. ഒരു മുട്ടത്തോട് തിന്നാൽ എന്ത് വിശപ്പ് ശമിക്കാനാണ്? പിന്നെയും അവന് വിശപ്പ് സഹിക്കാൻ വയ്യ. അവൻ ചിന്തിച്ചു, തനിക്ക് മാത്രം എന്താണ് ഈ ഭയം? തൻ്റെ ഭയം തൻ്റെ മരണകാരണമാകുമെന്നാണ് അവൻ്റെ ചിന്ത. ഈ ആവശ്യമില്ലാത്ത ചിന്തകളാണ് മനുഷ്യരെ പോലും ആവശ്യമില്ലാത്ത പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. അത് മാറ്റേണ്ടതും അനിവാര്യം തന്നെയാണ്. ജോനാഥൻ പിന്നെയും പാറക്കെട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആകാശത്തെയും കടലിനെയും നോക്കി. പിന്നെയും അവൻ്റെ ഭയം വർദ്ധിച്ചു. ഒടുവിൽ അവന് വിശപ്പ് സഹിക്കാൻ വയ്യ. അവൻ പാറക്കെട്ടിൻ്റെ അറ്റത്ത് വന്ന് അപ്പുറത്തെ പാറക്കെട്ടിലേക്ക് നോക്കി നിന്നു. എന്നിട്ടും അവനെ തൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് അവനെ ഏറെ ദുഃഖിതനാക്കി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെയും അവൻ്റെ മനസ്സ് തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്കായി. അവൻ തിരിഞ്ഞ പാറക്കെട്ടിൻ്റെ അറ്റത്തേക്ക് വന്നു. എന്നിരുന്നാലും തനിക്ക് പോകേണ്ടതെന്നും എന്ന് അവന് ചിന്ത വന്നു. ഒടുക്കം വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ അറ്റത്തേക്ക് നീങ്ങി തൻ്റെ അമ്മയെ നോക്കി നിന്നു. തൻ്റെ മകൻ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മ ഏറെ സങ്കടപ്പെട്ടു. എനിക്ക് വിശക്കുന്നു അമ്മേ എന്നതായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. നിറകണ്ണുകളോടെ അമ്മയെ നോക്കി നിൽക്കുകയല്ലാതെ അവന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഏതു വിധേനയും തൻ്റെ മകനെ ഇങ്ങേ പാറക്കെട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മ ചിന്തിക്കാൻ തുടങ്ങി. ആ മാതൃവാത്സല്യം അമ്മയുടെ മനസ്സിൽ ഉടലെടുത്തു. ഏതു വിധേനയും മകനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്ന ചിന്തയിൽ അമ്മ മുഴുകി. വഴി കണ്ടെത്താൻ അമ്മ ചിന്തിച്ചു തുടങ്ങി.
ചിന്തിച്ച് അമ്മയ്ക്ക് അതിനുള്ള ഉത്തരം കിട്ടി. എങ്ങനെ അത് പ്രാവർത്തികമാക്കണമെന്ന് പിന്നെയും അമ്മ ചിന്തിച്ചു. ഒടുവിൽ ആ ഉത്തരം അമ്മയ്ക്ക് ലഭിച്ചു. അത് പ്രാവർത്തികമാക്കാൻ അമ്മ തീരുമാനിച്ചു. പിന്നെയും അമ്മയെ നോക്കി നിന്നു ആ മകൻ. ഒടുവിൽ അമ്മ ഒരു മീൻ കൊത്തി അങ്ങേ പാറക്കെട്ടിൽ വെച്ചിരുന്നു. ആ മീനും കൊത്തിയെടുത്ത് മകൻ്റെ അടുക്കലേക്ക് അമ്മ പറന്നു വന്നു. അമ്മ വരുന്നതും കണ്ട് മകൻ ഏറെ സന്തോഷിച്ചു. തനിക്കായി തൻ്റെ അമ്മ ഭക്ഷണവുമായി വന്നു. തന്നോട് എത്ര സ്നേഹമാണ് തൻ്റെ അമ്മയ്ക്കുള്ളത് എന്ന് കടൽക്കാക്ക ആയ ജോനാഥൻ മനസ്സിലാക്കുന്നു. അമ്മയെക്കാട്ട് വലിയ പോരാളി വേറെ ആരുമില്ലെന്ന് ജോനാഥൻ തിരിച്ചറിയുന്ന സമയം അമ്മ മീനും കൊത്തിക്കൊണ്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ച അവൻ കാണുന്നു. അമ്മയ്ക്ക് തന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നുവോ എന്ന് അവന് തിരിച്ചറിഞ്ഞു. മീനും കൊത്തിക്കൊണ്ട് അമ്മ പതുക്കെ മകൻ്റെ അടുക്കിലേക്ക് എത്തി തുടങ്ങി. എന്നിരുന്നാലും തൻ്റെ ഭക്ഷണം തന്നെ തേടിയെത്തുന്നത് കണ്ടപ്പോൾ അവൻ അഗാധമായി സന്തോഷിച്ചു. പതുക്കെ തൻ്റെ അമ്മ മീനുമായി എത്തി. മീൻ കണ്ടതും അവന് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചെത്തി. തന്നെ ഇത്രയേറെ കരുതിയ തൻ്റെ അമ്മയോട് വല്ലാത്ത സ്നേഹവും കരുതലും ആത്മാർത്ഥതയും ജോനാഥന് തോന്നി. അമ്മ മീനുമായി തൻ്റെ അഗ്രത്തുള്ള പാറക്കെട്ടിൽ വന്നിരുന്നു. ജോനാഥൻ അമ്മയുടെ അടുക്കിലേക്ക് പതുക്കെ നടന്നെത്തി. ആ ആഹ്ലാദ നിമിഷത്തിൽ ജോനാഥൻ അമ്മയ്ക്കടുകിലേക്ക് കുതിച്ച് എത്തി. എന്നിരുന്നാലും ഭക്ഷണത്തെ കണ്ട ജോനാഥന് വളരെയധികം സന്തോഷവും പറഞ്ഞറിയിക്കാനാവാത്ത ആവേശവും ഉണ്ടായി. അമ്മയുടെ അടുക്കിലേക്ക് എത്തിയതും അമ്മ പുറമേട്ടേക്ക് മാറുകയും ജോനാഥൻ കടലിലേക്ക് പതിക്കാൻ പോവുകയും ചെയ്തു. എന്നിരുന്നാലും താൻ മരണത്തെ മുമ്പിൽ കണ്ടതും തനിക്ക് എങ്ങനെയും പറക്കണമെന്ന ചിന്ത അവനുണ്ടായി. അവൻ ചിറക് വിടർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും തൻ്റെ ചിറക് വിടരുന്നില്ല. അവൻ മനസ്സിലാക്കി തന്നെ തൻ്റെ ചിറക് ചതിച്ചുവെന്ന് ഇന്ന് അവൻ കരുതി. എങ്കിലും തൻ്റെ പരിശ്രമം നിർത്താൻ അവൻ ഉദ്ദേശിച്ചില്ല. ചിറക് വിടർത്താൻ അവൻ പരമാവധി ശ്രമിച്ചു. അവൻ മനസ്സിൽ ദൈവങ്ങളെയൊക്കെ കരുതി. താൻ മരണമുഖത്തെത്തിയിരിക്കുന്നു. ഒടുവിൽ അവൻ്റെ പ്രാർത്ഥനകളും പരിശ്രമവും വിഫലമായി എന്ന് വിചാരിച്ച സമയത്ത് അവൻ്റെ ചിറകുകൾ വിടർന്നു. അവൻ ഉയർന്ന് പാറക്കെട്ടിന് മുകളിലേക്ക് എത്താൻ അവൻ ശ്രമിക്കുന്നു. പറന്നവൻ ഒടുവിൽ പാറക്കെട്ടിൻ്റെ അടുക്കലേക്ക് എത്തി. ഇത് കണ്ട് സന്തോഷവതിയായി അവൻ്റെ മാതാവ് അടുക്കലേക്ക് എത്താൻ ശ്രമിക്കുന്നു. പറന്നെത്തിയ മകനെ കണ്ട് അച്ഛനും സഹോദരങ്ങളും എത്തു. ഈ സമയം ചെറിയ മഴത്തുള്ളികൾ താഴേക്ക് പതിച്ചു. സാധാരണ കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം നടക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് എന്ന് ഒരു തത്വമല്ല, അതൊരു പഴഞ്ചൊല്ല് തന്നെയാണ്. അങ്ങനെ വെയിലൊരിച്ച മഴയത്ത് കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം നടന്ന സമയത്ത് നമ്മുടെ ജോനാഥൻ പറന്നുയർന്നു. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒടുക്കം മീനുമായി മാതാവ് എത്തി. പിതാവും സഹോദരങ്ങളും എത്തി. അവൻ അവരോടൊപ്പം സന്തോഷവാനായി കടലിൽ ഉല്ലസിച്ച് കുളിച്ചു നടന്നു. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണപാഠം: പരിശ്രമിച്ചാൽ നമുക്ക് തന്നെ വിജയം. ജോനാഥൻ്റെ പരിശ്രമവും അമ്മയോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെയാണ് ജോനാഥനെ പറന്നുയരാൻ പ്രേരിപ്പിച്ചത്. നമുക്കും പറന്നുയരാം. വിദ്യാഭ്യാസ രംഗത്തായാലും വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഒന്നാമതെത്താൻ സാധിക്കും. ജോനാഥനെ കണ്ടില്ലേ നമ്മൾ? ജോനാഥൻ്റെ ആ ഭയത്തെ ജോനാഥൻ ഓവർകം ചെയ്ത് ജോനാഥന് പറന്നുയർന്നത്. അതുപോലെ നമുക്കും പറന്നുയരാം. നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മയുള്ളവരായി ജീവിച്ച് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമുക്ക് വളരാം. ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം എന്ന ബുദ്ധതത്വത്തിൽ അധിഷ്ഠിതമായി നമുക്ക് ജീവിക്കാം. ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗത്തിൽ പറയുന്ന ശരിയായ പരിശ്രമമാണ് ഇവിടെ ജോനാഥൻ എന്ന കടൽക്കാക്ക ഉപയോഗിച്ചത്. നമുക്ക് ജോനാഥനെ കണ്ടുപഠിക്കാം. അവൻ്റെ പരിശ്രമം മരണമുഖത്തെ കണ്ടപ്പോൾ അവൻ്റെ ചിറകുകൾ തനിയെ പറന്നു. അതിൽ ഒന്ന് അവൻ്റെ പരിശ്രമം തന്നെയാണ്. അവനെ നമുക്ക് അഭിനന്ദിക്കാം. അവൻ്റെ ജീവിതമാർഗം നമുക്ക് പിന്തുടരാം. നമുക്ക് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. എല്ലാവരും പരിശ്രമിക്കുക.
പരിശ്രമിച്ച് വിജയങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചെറിയ കുഞ്ഞു കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്ന എല്ലാവരെയോടും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹൃദയം ക്ഷമിക്കുക. വരുന്ന എപ്പിസോഡുകളിൽ നല്ല രീതിയിലാക്കും. നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.